നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിമാർക്ക് കാറുകൾ നൽകിയപ്പോൾ 13-ാം നമ്പർ കാർ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അശുഭ സംഖ്യ എന്ന് വിശ്വസിക്കപ്പെടുന്ന 13-നോട് കടക്ക് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് UDF മന്ത്രിമാർ. 13 അശുഭ സംഖ്യ എന്ന വിശ്വാസമുണ്ടെങ്കിലും ഈ നമ്പർ മുഖ്യമന്ത്രി സതീശന്റെ പേരിനോട് കൂടി തന്നെയുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിലെ 13-ാം മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. എന്നാൽ കാറുകളിൽ നിന്നും 13-ാം നമ്പർ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സതീശൻ മന്ത്രിസഭയിലെ ഒരാളും 13-ാം നമ്പർ കാർ സ്വീകരിച്ചില്ല. UDFിലെ ഇടതുപക്ഷമായ RSPയും പാർട്ടിയുടെ പേരിൽ തന്നെ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റുമുള്ള CMPയിലെ CP ജോൺ കൂടി 13-ാം നമ്പർ കാർ ഒഴിവാക്കിയെന്നത് ശ്രദ്ധേയമാണ്. RSP മന്ത്രി ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു വാങ്ങിയത് 51-ാം നമ്പർ കാറാണ്. UDF മന്ത്രിമാരുടെ കാറുകളിൽ എന്തായാലും ഇനി 13-ാം നമ്പർ എന്നൊരു നമ്പർ വരില്ല. നമ്പറിന്റെ പേരിൽ വിപ്ലവം കാണിക്കാൻ ആരും തയ്യാറുമല്ല. VS സർക്കാരിലും ഈ പ്രശ്നം ഉയർന്നു വന്നിരുന്നു. 13-ാം നമ്പർ കാർ ആരെടുക്കും എന്ന് പ്രശ്നം വന്നപ്പോൾ MA ബേബി ധീരതയോടെ കാർ ഏറ്റെടുത്തു. 1-ാം പിണറായി സർക്കാരിലും ഈ കാർ ഉപയോഗിക്കാൻ ആരും തയ്യാറാകാത്തപ്പോൾ തോമസ് ഐസക് ആ ദൗത്യം ഏറ്റെടുത്തു. 2-ാം പിണറായി സർക്കാരിൽ 13-ാം നമ്പർ കാർ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ കൃഷിമന്ത്രി P. പ്രസാദാണ് ഈ കാർ ഏറ്റെടുത്തത്. കാർ ഏറ്റെടുത്തെങ്കിലും P. പ്രസാദ് ചേർത്തലയിൽ നിന്നും ഇക്കുറി നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എന്നാൽ UDF മന്ത്രിസഭ എത്തിയതോടെ പ്രസാദിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നത് വേറെ കാര്യം. 13-ാം നമ്പർ കാർ പേടി മന്ത്രിമാരെ പിന്തുടരുന്നു എന്നത് വ്യക്തമാണ്. നല്ല വിപ്ലവം പറഞ്ഞു കയറുന്ന ഇടത് മന്ത്രിമാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. എന്നാൽ അവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് MA ബേബിയും തോമസ് ഐസക്കും പ്രസാദുമെല്ലാം 13-ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങിയത്. എന്നാൽ പലവിധ പരിഗണനക്കൊടുവിലാണ് സതീശൻ മന്ത്രിമാർക്ക് ആ പദവി ലഭിച്ചത്. ഭാഗ്യം അനുകൂലമല്ലാത്തതുകൊണ്ട് മന്ത്രിമാർ ആകേണ്ടിയിരുന്ന പലരും സഭയിൽ വെറും MLA-മാരായി മാത്രം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറല്ല. തൽക്കാലം 13-ാം നമ്പർ കാർ അപ്രത്യക്ഷമായി തന്നെ നിൽക്കും. മന്ത്രി വസതിയായ മൻമോഹൻ ബംഗ്ലാവിനെ കുറിച്ചും ഇതേപോലെ അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ ഏറെ നാൾ അധികാരത്തിൽ തുടരില്ലെന്നാണ് ചിലരുടെ വിശ്വാസം. കഴിഞ്ഞ പിണറായി സർക്കാരിൽ മന്ത്രി ആന്റണി രാജുവായിരുന്നു മൻമോഹൻ ബംഗ്ലാവിൽ താമസം തുടങ്ങിയത്. ടേം വ്യവസ്ഥ വന്നതിനാൽ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആന്റണി രാജുവിന് മന്ത്രിസ്ഥാനം നഷ്ടമായി. ഇത് മാത്രമല്ല, തൊണ്ടി മുതൽ കേസ് വന്നപ്പോൾ MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വന്നു. വിധി മരവിപ്പിക്കാൻ കോടതി തയ്യാറാകാത്തതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ ഈ ബംഗ്ലാവിൽ താമസിച്ച തോമസ് ഐസക് 5 വർഷം ധനമന്ത്രി സ്ഥാനത്തിരുന്നു. എന്നാൽ തോമസ് ഐസക്കിന് വീണ്ടും മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സതീശൻ മന്ത്രിസഭ എത്തുമ്പോൾ 13-ാം നമ്പർ കാറും മൻമോഹൻ ബംഗ്ലാവുമെല്ലാം വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ്.